സമയത്ത് ജീവൻ നഷ്ടപ്പെടാൻ യോഗമില്ല. അമ്മയ്ക്ക് ആ കുഞ്ഞിനെ കൊണ്ട് സന്തോഷിക്കാനും അതേപോലെ സങ്കടപ്പെടാനും ദൈവം വിധിച്ചിരിക്കുന്നു. അപ്പൊ അത് അനുഭവിച്ചല്ലോ. അതെ അതെ. അമ്മയെ പോലെ തന്നെ, അദ്ദേഹത്തിന്റെ അമ്മയെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാരും അദ്ദേഹത്തിന് വളരെ വലിയൊരു അളവിൽ തന്നെ പ്രചോദനവും പ്രോത്സാഹനവും അവരും സാഹിത്യത്തിലൊക്കെ കമ്പമുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, രണ്ടാമത്തെ ചേട്ടൻ എല്ലാവരും കുറേശ്ശെ പാടും. നല്ല ഒന്നാന്തര ശബ്ദം. സാറും ഇവരെല്ലാം വീട്ടില് ഭാഗവതെ താമസിച്ച് പാട്ട് പഠിപ്പിക്കുക. അന്നത്തെ അമ്മയുടെ അവിടുത്തെ ഒരു ചുറ്റുപാടെന്ന് വെച്ചാല് അവര് 8 മക്കളാണ്. അപ്പൊ മൂത്ത മോളെന്ന് പറയുന്ന അവരുടെ മൂത്ത മകൻ അമ്മയുടെ ഒടുവിലത്തെ മകളേക്കാൾ 1 വയസ്സിന് മൂത്തതാണ്. അമ്മയുടെ ഒടുവിലത്തെ മകൻ പത്മപ്രഭ, തൊട്ടപ്രഭ. ഞാൻ ആ പ്രഭയേക്കാൾ 1 വയസ്സിന് മൂത്തതാണ് പത്മിനി ചേത്ര മൂത്ത മകൻ ചന്ദ്രൻ. അപ്പൊ അമ്മയും മക്കളും ഒന്നിച്ച് പ്രവഹിക്കുന്ന അവസ്ഥയിലായിരുന്നു. ചുരുക്കം ഇവരല്ല. ചന്ദ്രനാണ് സാറിന്റെ ഏറ്റവും അടുത്ത വീട്ടിലെ ഏറ്റവും ഇഷ്ടം ചന്ദ്രനോടും ഉടനെ മൂത്ത ചേട്ടൻ പത്മധരൻ ചേട്ടനോടും. അദ്ദേഹം മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. പിന്നെ പെണ്ണുങ്ങളിൽ പത്മപ്രഭയും പത്മാവതി, ബാക്കി എല്ലാവരും 5 പേര് മരിച്ചു, 3 പേര് മാത്രമേ. 4 ആണും 4 പെണ്ണും. അദ്ദേഹം 6ാമത്തെയാണ്. ഇവിടെയുള്ള 8ാമത്തെയാണ്. മദ്രാസിലെ 7ാമത്തെ ആള് മദ്രാസിലുണ്ട്. ചേട്ടൻ നാട്ടിലുണ്ട്. ബാക്കി 2 ചേച്ചിമാരും 2 ചേട്ടന്മാരും മരിച്ചുപോയി. അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ ചരിത്രത്തിൽ ചങ്ങമ്പുഴയ്ക്കുള്ള അതേ ലബ്ധ പ്രതിഷ്ഠ തന്നെയാണ് സിനിമയിൽ പത്മരാജൻ സാറിനുമുള്ളത് എന്ന് ഞങ്ങളുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മ സ്നേഹസല്ലാപത്തിന്റെ നിരീക്ഷണത്തിനോട് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? ആയിരിക്കാം. പക്ഷെ ചങ്ങമ്പുഴയുടെ ഇമേജ് വേറെ ആയിരുന്നു. അദ്ദേഹം ശരിക്കും കുടിച്ചു നശിച്ചൊരു മനുഷ്യൻ. ഫാമിലിയും ഒന്നും ഇല്ലാതെ അസുഖം വന്ന് ഈ ഇതായിരുന്നു, രോഗമായിരുന്നു. ഞാൻ ചങ്ങമ്പുഴയെ കുറിച്ചൊരു പുസ്തകം MK ചന്ദ്രശേഖരൻ എഴുതിയത് ഞാൻ ഈയിടെ വായിച്ചിരുന്നു. അപ്പൊ അതിന്ന് അവരുടെ അവസാനം എന്നൊക്കെ പറയുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചാവുമ്പോൾ എല്ലാവരും പാടിക്കൊണ്ട് നടന്ന ഇതായിരുന്നു ചങ്ങമ്പുഴയുടെ. രമണനൊക്കെ ഇപ്പോഴും നമ്മളൊക്കെ കാണാതെ അറിയാവുന്ന അതേ ഒരു സ്ഥാനം തന്നെയാണ് സാറിനുമുള്ളത്. അത് അമ്മ യോജിക്കുന്നു. അതൊരു വലിയ ഇതായിട്ട് അഭിമാനമായിട്ട് ഞാൻ കരുതുന്നു. എന്താന്ന് വെച്ചാൽ അത്രയും വലിയൊരു കവിയുടെ സ്ഥാനം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയണ്ട, അതിനൊരു നിങ്ങൾ ഒരുപാട് പറയുന്നോ എന്ന് പോലും തോന്നിപ്പോകുന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം ഞങ്ങൾ സാറിനെ അത്രയും സ്നേഹിക്കുന്നു. എന്താ മലയാള പൊയട്രി, അതായത് കവിത ഉള്ളയിടത്തോളം കാലം ചങ്ങമ്പുഴ ഓർമ്മിക്കപ്പെടും, വയലാർ ഓർമ്മിക്കപ്പെടും, അതുപോലെ പത്മരാജൻ ഓർമ്മിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞാല് അത് അങ്ങേ അറ്റത്തെ അഭിമാനത്തോടെ. 21 വർഷത്തിന് ശേഷം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മലയാള ചരിത്രകാരൻ എന്ന് പറഞ്ഞാൽ പത്മരാജൻ സാർ തന്നെയാണ്. മറ്റൊരു വ്യക്തി ഇല്ല. മറ്റൊരു വ്യക്തി അഭിമാനവും സന്തോഷവും. അതെ. ഒരു ചോദ്യം, സിനിമയുടെ നേട്ടം സാഹിത്യത്തിന് നഷ്ടമായി മാറിയെന്ന് നമ്മൾ കരുതുന്നുണ്ടോ? ഒരു നേട്ടവും ഒരു നഷ്ടത്തിന് കാരണമാവുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടുതൽ സമയവും വിനിയോഗിച്ചത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും സിനിമ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണല്ലോ. അപ്പൊ അത് കാരണം മലയാള സാഹിത്യം. ഞാൻ പറയട്ടെ, 86 വരെ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് ജോലിയായിരുന്നു. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാരന് എത്ര ലീവ് എടുക്കാനും എത്ര വർക്ക് ചെയ്യാനും. അപ്പോ 10-15 ദിവസത്തെ മെഡിക്കൽ ലീവ് എടുത്ത് എവിടെയെങ്കിലും പോയിരുന്ന് എഴുതും. എന്നിട്ട് അത് അവിടെ കൊടുത്തു കഴിഞ്ഞ് പിന്നെയും ജോലിക്ക് ജോയിൻ ചെയ്യും. പിന്നെയും ഒരു 1-2 മാസം അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോയി 10-15 ദിവസത്തെ ലീവ് എടുത്ത് അവരുടെ കൂടെ ഡിസ്കഷനും ഒക്കെ ആയിട്ട് കഴിഞ്ഞ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ സമയമേ ഉണ്ടായിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ പ്രതിഭ കൊണ്ട് മാത്രമാണ് ഒരു തിരക്കഥാകൃത്തായും ഒരു സംവിധായകനായും ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായും നല്ലൊരു കുടുംബസ്ഥനായിട്ടും അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ശരിക്കും ഒരു കഴിവ് കൊണ്ട് മാത്രം ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ കഴിവ് മുഴുവൻ പ്രയോഗിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരുപക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ സിനിമയെ വിട്ടുപോയി സാഹിത്യത്തിലേക്ക് തിരിച്ചു എന്നോട് പറഞ്ഞതാണ് നിർത്താൻ പോവുക. അമ്മയുടെ പുസ്തകത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പല തവണയും നിർത്തണം എന്ന് ആഗ്രഹിച്ചുവെങ്കിലും വീണ്ടും സിനിമയുടെ വലിയ ഈ പറഞ്ഞ ഒരു ലഹരി പദാർത്ഥം പോലെയാണ്. അതിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോ ഒരു പടം അങ്ങേയറ്റം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു പടം എടുക്കുന്നത്. ആ പടത്തിന്റെ പുറകിലുള്ള വേദന, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും
നാട്ടുകാരറിയുന്നില്ല. പടം ഇറങ്ങിയാൽ സക്സസ് ആയ ഭയങ്കര എല്ലാവരും ഭയങ്കര ആരാധനയും ഇതും ഒക്കെയാണ്. കാശും അതുപോലെ കിട്ടും. അത് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. നേരെ മറിച്ച് ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ആ റൈറ്ററെയോ അല്ലെങ്കിൽ ആ ഡയറക്ടറെയോ കഴിയുന്നതും ആൾക്കാരിങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും, ജനങ്ങളും മറന്നുകൊണ്ടിരിക്കും. ഒരു സാഹിത്യകാരൻ അത് വരുന്നില്ല. സാഹിത്യകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി അവിടെ വെച്ചാൽ അവിടെ ഇരിക്കും. നല്ല വർക്കാണെങ്കിൽ അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. സിനിമ ആ കാഴ്ച കാണുന്ന സമയത്ത് മാത്രമേ സിനിമയ്ക്ക് അതിന്റെ ഒരു ഇതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് അത്രയും കാലം നിൽക്കുന്ന സിനിമയായിരിക്കും. അതെ. പക്ഷെ സാറിന്റെ വർക്കുകളെല്ലാം തന്നെ ഇപ്പൊ നമുക്ക് വർക്കൻ മുന്തിരിത്തോപ്പുകളാണെങ്കിലും അതല്ല നമ്മുടെ ഇന്നലെയാണെങ്കിലും എല്ലാം ഇന്നും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആളുകൾ ഇന്നും ഓർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ സാറിനെ കുറിച്ച് കേൾക്കാനും വായിക്കാനും തേടി വരാനും ഒക്കെ ആളുകൾ. അപ്പോ അത് ഒരു കണക്കിന് സിനിമയ്ക്കൊരു നേട്ടമാണ് അല്ലെ. പക്ഷെ സാഹിത്യത്തിൽ അത്രത്തോളം സാറിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഈ സിനിമയോടുള്ള തിരക്ക് കാരണം സാറിന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം കുടുംബത്തിനോട് അങ്ങേയറ്റം അറ്റാച്ച്ഡ് ആയിരുന്നു. ഇപ്പോ ജോൺ അബ്രഹാമിനെ പോലെ ഒരു കുടുംബമില്ലാതെ നമുക്ക് വേറെ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പൈസ നമുക്ക് ആവശ്യമാണ്. ജീവിക്കാൻ പൈസ വേണം. കുടുംബമായ നന്നായിട്ട് കഴിയണം. നന്നായിട്ട് ജീവിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും. നല്ല പറയാൻ പാടില്ല എങ്കിലും നല്ല നല്ല കുടുംബത്തിൽ ഒരുപാട് 5 ജോലിക്കാർ വീട്ടിലുണ്ടായിട്ട് ജീവിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും. അങ്ങനത്തെ ഒരു കുടുംബത്തിലുള്ള ആൾക്കാർക്ക് അതിൽ താഴ്ന്നൊരു ജീവിതം സങ്കല്പിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ ചാടി ഇറങ്ങി എന്നുള്ളത് സത്യം. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അത് അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം വന്നതാണ്. പക്ഷെ എന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, എന്നെയോ മക്കളെയോ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ചുകൂടെ സാമ്പത്തികം കിട്ടുന്നതാണ്. കിട്ടുന്ന ശമ്പളം കൊണ്ട് നമുക്ക് സുഖമായി എന്ന് വെച്ചാൽ സുഖത്തിന് പല അർത്ഥമുണ്ടല്ലോ. ഏത് ലെവലിലും സുഖമാവാം. അതെ, സംതൃപ്തിയായിട്ട് കഴിയാനുള്ള ഇത് വരുമാനം ഈ സിനിമയെന്നാകുമ്പോൾ നമുക്കൊരു ഈ വീടൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. സാഹിത്യത്തൊന്നും ഒരിക്കലും അത്രയും ഒരു ഇത് ആവാൻ ഇക്കാലത്ത് പറ്റുമായിരിക്കും, പണ്ട് പറ്റില്ല. ഞങ്ങള് സാറ് വളർന്ന വലുതായ ആ സമയത്ത് ഒരു സാഹിത്യം കൊണ്ട് ഇതുപോലെ 2 വീട് വെക്കാനോ സ്ഥലങ്ങൾ വാങ്ങിക്കാനോ അതിനൊന്നും പറ്റില്ല. അദ്ദേഹം സെൽഫ് മെയ്ഡാണ്. വീട്ടിൽ നിന്നൊന്നും എടുത്തിട്ടല്ല, എന്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വെറുതെ എനിക്കുണ്ടായിരുന്ന ആവശ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ സാമ്പത്തികമായിട്ട് യാതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഉള്ളതുപോലും തരാൻ പ്രതിയുമായിരുന്നില്ല വീട്ടുകാരെ. എനിക്ക് വേണ്ടാന്ന് ഞാൻ പറയുകയും ചെയ്തു. അത് കാരണം അങ്ങനത്തുള്ള സാറിന് നമ്മളെ കഷ്ടപ്പെടുത്തരുത്. സാറിന് കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് അത് കാണിക്കുന്നത്. ഓരോ മാസവും നിങ്ങൾ പറഞ്ഞ അന്ന് കാലത്ത് സാറിന് വളരെ കുറച്ച് ശമ്പളമേ ഉള്ളൂ. 360 രൂപയാണ് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം. പിന്നെ 360 ഒരു 50 രൂപ അമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള അത് മരിക്കുന്നത് വരെയും മാസം മരിക്കുന്ന സമയത്ത് അപ്പൊ എല്ലാ മാസവും 500 രൂപ കൊടുത്ത് അയച്ചിരിക്കണം. 1-ാം തീയതി കഴിഞ്ഞാൽ അമ്മയ്ക്ക് 500 രൂപ അയച്ചിരിക്കണം. അന്നത്തെ 500 രൂപയാണ്. എന്നിട്ട് എനിക്ക് എന്നോട് പറഞ്ഞത് നമുക്ക് മാസം സ്ഥിരമായിട്ട് ഒരു 5000 രൂപ കിട്ടാറായി കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമാ പണി എന്ന് നിർത്തി, മര്യാദയ്ക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടി തുടങ്ങിയാൽ ഞാൻ ഈ സിനിമാ പണി എന്ന് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ധനത്തിനോട് അത്യാഗ്രഹമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാർഗം, ഒരു ഉപാധി, ഒപ്പം തന്നെ കലയും പരിപോഷിപ്പിക്കുക എന്നുള്ളൊരിത് കൊണ്ടാണ് സിനിമയെ കണ്ടത്. ഇപ്പൊ മുതുകുളത്തെ തറവാട്ടിൽ ആരൊക്കെയുണ്ടമ്മ? തറവാട് കൂട്ടിക്കിടക്കാണ് ഈ അനിയത്തിക്കുള്ളതാണ്. അപ്പൊ അവിടെ ഞങ്ങൾക്കും കുറെ സ്ഥലമുണ്ട്. അതിനാണ്